ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് വേൾഡ്. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും, നമ്മൾ പുതിയ വീട്ടിലോട്ടൊക്കെ താമസം മാറിയില്ലേ, ഇതെന്താ പഴയ വീഡിയോ എന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അത് നമ്മൾക്കൊരു മെമ്മറി ആണല്ലോ. അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്കൊന്ന് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ വേണ്ടിയിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് കുറച്ച് പഴയ വീഡിയോസാണ്, ഞാനത് ഓരോ സീരീസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ. റംബൂട്ടാൻ സീസൺ സമയം ആയതുകൊണ്ട് നിറയെ റംബൂട്ടാൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കിളികൾ ഒരുപാട് വന്നിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി നശിപ്പിക്കുന്ന കാരണം നമ്മൾ വലയിട്ട് വെച്ചിരിക്കുകയാണ്. തത്തയും വേറെയും കുറേ പക്ഷികളൊക്കെ വന്നിട്ട് വെറുതെ കൊത്തി വലിച്ചിടുകയാണ് കേട്ടോ പച്ചയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ നെറ്റിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തറക്കല്ലിടുന്ന ദിവസമാണ്. തറക്കല്ലിടാനായിട്ട് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളും ചെറിയൊരു രീതിയിൽ നമ്മൾ മാത്രമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ കന്നിമൂല ഭാഗത്ത് വിളക്കൊക്കെ വെച്ച് അവിടെ നിന്നാണ് സാധാരണയായിട്ട് തറക്കല്ലിട്ടിട്ട് തുടങ്ങുക. അപ്പൊ ഇത് അമ്മയാണ് കേട്ടോ വിളക്ക് കത്തിക്കുന്നത്. ഏട്ടനാണ് കേട്ടോ തറക്കല്ലിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു വാഴയിലയിൽ കുറച്ച് പൂക്കൾ, തെച്ചി, തുളസിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ സ്വർണത്തിൻ്റെ തരി കൂടി വെച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു കന്നിമൂലയിൽ നമ്മുടെ ഗുരുകാരണവന്മാരെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ നടക്കാനായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആ ഒരു പൂക്കൾ അവിടെ വെക്കുന്നത്. എന്നിട്ടാണ് കേട്ടോ നമ്മൾ തറക്കല്ലിടുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ കല്ല് വെച്ചു. വീട്ടിലെ അംഗങ്ങളെല്ലാവരും കൂടെ ഓരോരുത്തരും ഓരോ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇതാ നമ്മളുടെ ഫൗണ്ടേഷൻ്റെ പണികൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമ്മുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് മരങ്ങളൊക്കെ നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കയറ്റി നമ്മളുടെ ജനൽ വാതിൽ അതിനൊക്കെ വേണ്ടിയിട്ട് എറിഞ്ഞു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. നല്ല വെയിറ്റുള്ള തേക്കിൻ്റെ ഒക്കെ തടികളായിരുന്നു കേട്ടോ. അപ്പോൾ അവരത് കയറ്റുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് അവർ കയറ്റുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ പണികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തറപ്പണി ഏകദേശമൊക്കെ ആയി. ഇനി ബെൽറ്റ് വാർക്കണം. ബെൽറ്റ് വാർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മണ്ണ് നിറയ്ക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു മഴയുടെ സീസൺ ആയതുകൊണ്ട് മണ്ണ് നിറയ്ക്കുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമായിരുന്നു. മണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കണ കാരണം ബെൽറ്റൊക്കെ വാർത്തു. ബെൽറ്റ് വാർത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ഈർപ്പം വലിച്ചെടുക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു പെയിൻ്റ്, എന്തോ ഒരു, എനിക്ക് പേര് ഓർമ്മയില്ല, അത് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഏട്ടൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പടവ് തുടങ്ങി. കട്ടില വെക്കലും പടവും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മണ്ണ് നിറയ്ക്കൽ മാത്രമല്ല നമുക്കൊരു കുറച്ചൊരു ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം. കട്ടില വെപ്പും ഒക്കെ കഴിഞ്ഞു. ഏകദേശം നമ്മളുടെ വീട് ഇതാ മെയിൻ വാർപ്പ് ആവാറായിട്ടുള്ളൊരു സ്ഥിതിയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വീട് പണിയുടെ ഇതുവരെയുള്ള വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.